ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചാണ് രാമായണ വായന നടത്തുന്നത്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു, എന്താണ് അമ്മ എന്ത് വായിക്കാനാണ് പോകുന്നത്, ഭാഗവതമാണോ അല്ലെങ്കിൽ അമ്പലത്തിലാണോ വായിക്കാൻ പോകുന്നത്, എന്തിനാ വായിക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വന്നിരുന്നു. ഇപ്പോൾ രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാവോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് രാമായണം വായിക്കുന്നത്. ഇതൊരു സംഘത്തിൻ്റെ ബേസിൽ സംഘത്തിലെ അംഗങ്ങളുടെ വീടുകളിൽ കർക്കിടക മാസത്തിൽ പോയി രാമായണം വായിക്കുന്നു. എല്ലാ വർഷവും നടത്തുന്ന ഒരു രീതിയാണ്. അപ്പം അമ്മ സംഘത്തിലെ അംഗമാണ്. അപ്പം അതാത് അംഗങ്ങളുടെ വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസവും 2 മണി തൊട്ട് 4 മണി വരെയാണ് വായന വരുന്നത്. 4 മണിക്ക് അവർക്ക് എന്തെങ്കിലും കാപ്പിയും കടിയും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വായിച്ച് സമർപ്പണമൊക്കെ നടത്തി തിരിച്ചു പോരും. അപ്പം ഇന്നത്തെ വായന നമ്മുടെ വീട്ടിലാണ് നടത്തുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ അമ്മ പറയും. അമ്മ നല്ല തീർത്ത പണിയിലാണ്. അവർ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഹാരം ഉണ്ടാക്കണം, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടുക്കിപ്പെറുക്കി വെക്കണം. കുറേയൊക്കെ ഞാൻ സഹായിക്കും, എനിക്കറിയാവുന്നതുപോലെയൊക്കെ. അപ്പം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വീട്ടിൽ നിന്ന് വായനയാണ്. അതിൽ എല്ലാം എടുത്തു ഒരുക്കി എല്ലാം വെച്ചേക്കുവാണ്. ഇനിയും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും വരും. അന്നേരം നമുക്ക് വിളക്കൊക്കെ കത്തിക്കണം. ഇപ്പം ഞങ്ങളുടെ ഒരു ചിറ്റയുണ്ട്, ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി ചിറ്റയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ വീടുകളിൽ വായനയ്ക്ക് വരുമ്പോൾ ചിറ്റയും കൊണ്ടാണ് ഞങ്ങളെല്ലാവരും വിളക്ക് കത്തിപ്പിക്കുന്നത്. ചിറ്റ വന്നാണ് ഞങ്ങളിതെല്ലാം ഒരുക്കി ഞങ്ങളുടെ മുതിർന്ന ഒരാളാണ് ഞങ്ങളുടെ കൂടുതൽ വായിക്കാൻ വരുന്നത്. ചിറ്റയാണ് ഇത് ഞങ്ങൾക്ക് റെഡിയാക്കി തരുന്നത്. എല്ലാം ചിറ്റ വന്ന് ഇതെല്ലാം ഒതുക്കി വിളക്കെല്ലാം കത്തിച്ച് ഞങ്ങൾക്ക് വായന തുടങ്ങും. അന്നേരം വായനയൊക്കെ ഞാൻ എല്ലാവരും എടുത്തിന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2 മണിയാകുമ്പോൾ പോയി 4 മണിയാകുമ്പോഴാണ് വരുന്നത് വായിക്കാൻ പോകുന്നത്. ഉണ്ടോ ഞങ്ങളുടെ ഭഗവാനെയൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചേക്കുന്നുണ്ടോ. 8ാം ദിവസം വായിക്കുന്നത്. 8 ദിവസത്തെ ചിറ്റയും കൊണ്ട് ഞങ്ങൾ ജയിച്ചേക്കുന്നത്. ചിറ്റയാണെങ്കിൽ എപ്പോഴും എത്ര ദിവസം വായിക്കുന്നു? ഇത് നമ്മൾ ഈ ഒരു മാസം മുഴുവൻ വായിക്കും. ഈ മാസം മുഴുവൻ വായിച്ച് ലാസ്റ്റ് സമർപ്പിക്കുന്നത് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി സമർപ്പിച്ച് എല്ലാവരും കൂടെ ലാസ്റ്റ് ദിവസം അവിടെ ഞങ്ങളുടെ കരവത്തിൻ്റെ മന്ദിരത്തിലാണ്, കരവക്കെട്ടിടത്തിലാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. പിന്നെ ഇളങ്കാവിൽ ഇതിൻ്റെ വായന സമർപ്പണമുണ്ട്. എല്ലാവരും അവിടെ പോകും. എല്ലാ ദിവസവും ഇളങ്കാവി വായിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ അമ്പലത്തിൽ അവിടെയും പോകും, എല്ലാവരും പോകും. ഇന്ന് കർക്കിടകമൊക്കെ ആയിരുന്നു. എല്ലാവരും വെളിയിടാനും എല്ലാത്തിനും പോയിക്കുവാണ്. മഴ കാരണം ആർക്കും വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനിതിപ്പം കാണിക്കുന്നത് എന്താണെന്നറിയാമോ, എല്ലാവരും കമൻറ്റ് വഴി ഇട്ടായിരുന്നു ഞാൻ വായിക്കാൻ പോകുന്നതിന്, അമ്മ വായിക്കാൻ പോകുന്നതൊന്ന് കാണിക്കാവോ, അമ്മ നിങ്ങളുടെ വീട്ടിൽ വായന വെക്കുമ്പോൾ കാണിക്കണേ എന്ന് പറഞ്ഞു. അതിനുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പം കാണിക്കുന്നത്. അല്ലാതെ വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്കത് തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവും. അതുകൊണ്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കില്ലേ. എന്നോട് എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചു, അമ്മ എന്തിനാണ് വായിക്കാൻ പോകുന്നത്, അതോ ചുമ്മാ പറയുവാണോ, ഇതൊന്ന് വായിക്കുന്നതൊന്ന് കാണിച്ചു തരാമോ നിങ്ങളുടെ വീട്ടിൽ വായിക്കുമ്പോൾ എന്ന് ചോദിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തിരുന്നിടുന്നത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കല്ല കേട്ടോ. എല്ലാവരും ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയണം. എല്ലാവർക്കും ബാക്കി പുറകെ കാണിക്കാം. വട്ടയപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ട അടുപ്പത്ത് ഇരിക്കുവാണ് വട്ടയപ്പം. നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്നും ചെയ്തില്ല, കാരണം വെളുപ്പിന് എഴുന്നേറ്റ് അരി അരിക്കുന്നൊക്കെ കാണിക്കാനായിട്ട് ഇച്ചിരി പാടാണ്. അത് കാരണം നമ്മളതൊന്നും വീഡിയോ ആക്കി എടുത്തിട്ടില്ല. അപ്പം ബാക്കി ഇതേണ്ട അണിയറയിലമ്മ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ എല്ലാവർക്കും. അതെ, പെട്ടെന്ന് എല്ലാം പാത്രത്തിലോട്ടാക്കണം. കുറച്ചൊക്കെ നമ്മൾ വേണ്ട കാസറോളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ തണുപ്പിക്കാൻ വെച്ചേക്കുവാ. ഇതാണ് എടുത്ത് നമ്മൾ പല ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം അല്ലേ. മുറിച്ചെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ വട്ടപ്പം വേണമെങ്കിൽ ഇപ്പം വരുവാണെങ്കിൽ വട്ടപ്പം കഴിക്കാം. വേണ്ടവര് വന്നോ നമുക്ക് വട്ടപ്പം കഴിക്കാം. എല്ലാരും വന്നു ഗായ്സ്. നമുക്ക് കാണാതെ എല്ലാരും കാണിക്കാതെ. വായന തുടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എത്രമാത്രം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പുറത്തോട്ട് വന്നിട്ട് അവിടെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് അകത്തോട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാവരും കാണണേ. വിളക്കോടി തുറച്ചു നന്നായി കർപ്പൂരമായ തിരിയുമിട്ടതിൽ നിറച്ച് ചെമേ സുഖത്തോട് ചമച്ചോരു ചാരുബന്ധക്ക് മുന്നിൽ കൊളുത്തിയ വിളക്കിന് ഞങ്ങളിതാ കൈതൊഴുന്നേ.
ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതി നമസ്തുഭ്യം വരദേ നാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മോളല്ലേ രാജിലെ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദാദാ ദുഃഖ സമുദ്രേ നിമജ്ജമാ ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ വെള്ളിയും രാജ്യപാലത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ വിരിഞ്ഞു കൊണ്ടൊരു വിധാവേ ഗുണമിതേ ഞങ്ങൾക്കുമാരുടെ ഒരു ദൈവമേ. പുത്രനീ വണ്ണം കഴിയുന്ന നേരമോ താക്യാകി കണ്ണുനീരൻ ആശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സാധനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേരി ദേവാലയം പൂക്കാനറിയെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്ത് കൈകേകിയും ആഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്ന് കൈകേകി പറഞ്ഞത് കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നെ ദഹിച്ചു പോമമ്മയെ നാദി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചെന്ന ഒരു പുണ്യമില്ലാതെ മഹാഭാവി ജ്ഞാനവും. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായിലോ കാളകൂടം കുടിച്ചിടുവാനല്ലായിൽ വാളെടുത്ത് ആശുകടുത്തെറുത്തിയിടുവാൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവന്നില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുമ്പി പാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം വസിച്ചു ദുഃഖിച്ചു സത്വരം ചെയ്യുന്ന കൗസല്യാഗ്രഹം പുക്കാൻ പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും ഉണർന്നിടുക. യുദ്ധം കരയുന്ന മാതാവ് തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുര മാനസയാകായതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവ രാജാഭിഷേകം മുടക്കിയാൽ കയ്യേകിയാകിയ മാതാവേ മന്ത്രിജനത്തോടും വെഴുന്നള്ളി സന്താപമോട് ചൊല്ലുവരതനും ചോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും വേദം മതിമതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീരന്മാർ മധ്യദുഃഖങ്ങളും രാജഭോഗങ്ങളും മറ്റുമായതാവിധി യജ്ഞങ്ങളും ബഹുകൃത്യാഭിവൃതന ദക്ഷിണയും ആനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ നിത്തമനാരഥം ചിന്തിച്ചു ചിത്തെ ദൃഢമായി അറിയിച്ചു ദുഃഖങ്ങളും തുടങ്ങും കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകല. പൂർവജനൻ ഞങ്ങളവനുടെ വെങ്കരന്മാരത്രേ നിങ്ങളെന്നതെല്ലാം മറിഞ്ഞല്ലോ വേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ട് ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അനന്തരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശബ്ദത്തിനോട്
കൂടെ പുറപ്പെട്ടു തത്ര സുമന്ത യോഗയുടെ സൈന്യവും സപ്തരം രാമനെ കാണുവാൻ മകളോട് ചിട്ടി നിറഞ്ഞു മതത്തോടും രാജധാനങ്ങൾ കൗസല്യാധികേർത്തത രാജീവ നേത്രയെ കാണാൻ നടന്നത് തൻ വിചാരിച്ചുറച്ചു ഉടൻ ചെന്നു സപ്തരം കാൽക്കൽ നമസ്കരിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതൊരു സംശയം മത്സകേ സോദരനോടും ജനരാത്മജയോടും മേതൊരെടുത്ത് നിന്നമ്പോട് കണ്ടതും രാമനെ നീ അവനെന്തു പറഞ്ഞതും വീണുത രാമനോടെന്തു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായൻ സീതയോടുകൂടി നീ ഇവിടം മുത കാട്ടിത്തരുതെന്ന് കേട്ട് ദുഃഖന്തരാവാട്ടമില്ലാതൊരു സന്തോഷചേതസെ പറ്റാവരുതനച്ചിത്തമെന്നതാൻ ചിത്തെ നിരോധിച്ചുടന്നീടിനാൽ തത്രാസുപോ നിശീരാഘവ സീതയാം തത്ര ഗത്തോ ഗുഹൻ സത്രം ചൊല്ലിന കണ്ടാരുമെങ്കിൽ കുശശ്രുതം സീതയാം കൊണ്ടല്ലാൻ തന്മവാശനായോരിങ്ങനെ അഴുക്കലവും ജടയും കൊണ്ടോ താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തോ ഒരു കാരണം വൻപിഴയോടുമാ കണ്ട അനാഥരെ വന്നത് ചൊല്ലുന്നീ പുത്രാപരദ്വാജവാക്യം വരകനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ ഇന്ദിരുവള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാംബുജങ്ങളാണ് തപോനിധി. കൃഷ്ണ ഹരേ ഹരേ. ഭരദ്വാജപാദങ്ങൾ കൈക്കൊണ്ടു പുറപ്പെട്ടു ചിത്രകൂടാചരം പ്രാഗ്യമഹാപരം തത്ര പാർപ്പിച്ചു ദൂരെ കുഞ്ചു ശത്രുഘ്നും താനുമായി ഭരതനും ശ്രീരാമചന്ദ്രനാകാംക്ഷയാമന്ദ വാഴാഞ്ഞു നാനാടബോധ മണ്ഡലെ കാണാനോരോരോ മുനിവന്മാരോട് കാണുന്നവരെ തിരിച്ചോടിച്ചു രഘുനാഥപാദാരവിന്ദങ്ങൾ നൂതനമായ ദിശോഭനം ഭാവനം അങ്കുശാബ്ദധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളാനന്ദമഗ്നായി വീണുരുണ്ടും പിഴഞ്ഞും കരഞ്ഞും തഥാ രേണുതന്നൗലിയിൽ കോരിയിട്ടിടിനാൻ ധന്യോഹമിന്നവോ ഉന്നമയാകൃതം പുണ്യപുരംബരം ശ്രീരാമപാദവഞ്ച പത്മാഞ്ചിതം ഭൂതലം ആരാനെനിക്കുവാൻ മാനവകാശവും വന്നിതല്ലോ മുപ്പുരി പാദപാന്തുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിരേ. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കർണശൂലാപം ഗുരുവചനം സമകർണ്യാഭൂമിയിൽ ജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഉത്തമാവിട്ട് കരഞ്ഞു തുടങ്ങിയാൽ പരിജ്ഞായ ദിവസാലയൊരു ദിക്കിനു പോയി കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ
ശങ്കരായ ശങ്കരായ മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം ശങ്കരായ 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 മംഗളം ഇളങ്കാവിൽ വാഴും അമ്മ ലോകമാത മംഗളം ശങ്കരായ 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 മംഗളം ഇളങ്കാവിൽ വാഴും അമ്മ ലോകമാത മംഗളം ശങ്കരായ 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 മംഗളം ഇളങ്കാവിൽ വാഴും അമ്മ ലോകമാത മംഗളം ഹരേ രാമ 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 മംഗളം ഹരേ കൃഷ്ണ 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 മംഗളം ദേവദേവ നമോസ്തുതേ പ്രസന്നോ വരദോ ഭൂയോ വിശ്വമംഗളകാരക നീരാഞ്ജനം ദർശയാമി ദേവദേവ നമോസ്തുതേ പ്രസന്നോ വരദോ ഭൂയോ വിശ്വമംഗളകാരക നീരാഞ്ജനം ദർശയാമി ദേവദേവ നമോസ്തുതേ പ്രസന്നോ വരദോ ഭൂയോ വിശ്വമംഗളകാരക നമേ സൃഷ്ടിച്ചു ഞങ്ങളെ പിന്നെ രക്ഷിച്ചു വഴി പോലവേ സൂക്ഷിച്ചു മരുവന്നേ ഓർക്കുന്നു സർവയാമി സർവം ശ്രീനാരായണായ സമർപ്പയാമി കായജം കർമ്മജം വാ ശരണനയനജം വാ മാനസം വാ പരാദം വിഹിതമഹിതം വാ സർവമേതക്ഷമസ്യ ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹീമഹേശ ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഞങ്ങളുടെ വായനയെല്ലാം കഴിഞ്ഞു, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു, എല്ലാവരും സന്തോഷത്തോടെ തന്നെ എല്ലാവരും. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വായിക്കാൻ വെച്ചാൽ ഞാൻ എങ്ങനെ വായിക്കാനാണ്? അവർക്ക് ചായ ഇടാനും അവർക്ക് ഓരോന്ന് എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാത്തിനും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇരുന്ന് ഞാനെല്ലാം കൂടി മംഗളത്തിലെല്ലാം വന്ന് എല്ലാം കണ്ടു, എല്ലാം തൊഴുതു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനും എല്ലാം കൊടുത്തു. അവർക്ക് സന്തോഷമായി. ഞാൻ വട്ടയപ്പവും ബിസ്ക്കറ്റും ചക്കവറുത്തതും എല്ലാം കൂടി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവരെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നവരാണ് ഇവിടെ ഇരുന്ന് വന്ന് വായിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത്, എടി ഞങ്ങൾ എന്നും ഉച്ചയ്ക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ ഭഗവാനാണ് തെളിഞ്ഞിരിക്കുക ഇത് കണ്ടിട്ട്. എത്ര ആൾക്കാർ വന്ന് വായിക്കാനൊക്കെ വന്നില്ലേ. അതുകൊണ്ട് ഇതെല്ലാവരും നിങ്ങളും എല്ലാം ഇത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം. വായനയൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ടാറ്റാ.